ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു പ്രതിഷേധത്തിനെത്തിയ ഒരു പ്രവർത്തക തെറിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് കാണുന്നത്. മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. ഹരിമോഹൻ, തെരുവിൽ പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച. നിയമസഭയ്ക്ക് പിന്നാലെ ഇതാ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തെരുവിലും പ്രതിഷേധം. സഭയ്ക്കകത്ത് പ്രതിപക്ഷം, ഇവിടെ പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം കാണുന്നു. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് എത്തുകയാണ്. വിനീത, രണ്ട് തവണ ഇതിനോടകം തന്നെ യുവമോർച്ചയുടെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ തവണയും യുവമോർച്ചയുടെ മാർച്ചിന് നേർക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. യുവമോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിയമസഭയിലേക്ക് ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഇടത് വലത് കുറുവ മുന്നണിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. അതായത് ഇത് സർക്കാരിനെതിരെ മാത്രമല്ല, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കൂടി, അതായത് സോണിയാഗാന്ധി അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനടക്കം രംഗത്തെത്തിയിരുന്നു. ഇതിൽ കോൺഗ്രസിനും CPM-നും തുല്യമായ പങ്കാണുള്ളത്, ഇടത് വലത് മുന്നണികൾക്ക് തുല്യ പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP-യുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. 3 തവണയാണ് ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിനോടകം ഒരു യുവമോർച്ച പ്രവർത്തകയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു തവണ ജലപീരങ്കി അടിച്ചപ്പോൾ ദൂരേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. അല്പസമയം മുമ്പ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. പ്രതിഷേധ മാർച്ച് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകർ നേരെ ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് കയറുകയായിരുന്നു. മറ്റു ഉദ്ഘാടന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ചട്ടപ്പടിയുള്ള സാധാരണഗതിയിലുള്ള നടപടികളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരിട്ട് തന്നെ പ്രതിഷേധം ഒരു സംഘർഷഭരിതമായ രൂപത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത്. അകത്ത് നിയമസഭ നടക്കുമ്പോൾ പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് 4ാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നു എന്നുള്ളത് കൂടുതൽ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമാണ് കാണുന്നത്. നിയമസഭയിലേക്കുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ ഇപ്പോൾ 4ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാം, ഒരു പ്രവർത്തക ഈ ജലപീരങ്കി പ്രയോഗത്തിൽ തെറിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും 6ാമത്തെ തവണയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജലപീരങ്കി പ്രയോഗിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ. അതായത് ഇതിനോടകം ജലപീരങ്കി പലവട്ടം തുടർച്ചയായി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദിന്റെ നേതൃത്വത്തിൽ വീണ്ടും ബാരിക്കേഡുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ വീണ്ടും
ജലപീരങ്കി പരമാവധി പ്രയോഗിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കുന്നു. 2 ജലപീരങ്കി വാഹനങ്ങൾ ഇവിടെ അണിനിരത്തിക്കൊണ്ട് മാറി മാറി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ എന്നുള്ളതാണ്. പ്രവർത്തകർ അപ്പോഴും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. അവർ കൂട്ടത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. പോലീസിന് നേരെ കൂകി വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ഒപ്പം തന്നെ ഇടതു വലതു മുന്നണികൾ മുന്നണിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ നിലനിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് എന്ന് മനസ്സിലാകുന്നു. അതായത് പ്രവർത്തകർ ആരും തന്നെ തുടക്കത്തിൽ ഒരു 3-4 തവണ അടുപ്പിച്ച് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകരിൽ ഒരു വിഭാഗം പോലും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവജന സംഘടനയാണ്. നമുക്കറിയാം, അവർ സമരത്തിന്റെ എല്ലാ തീവ്രതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സമരം ചെയ്യുക. പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് അകത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ BJPക്ക് അവിടെ എന്ത് റോൾ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം കടുപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ നിലപാട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ സർക്കാരിനെ മാത്രമല്ല പ്രതിക്കൂട്ടിലാക്കുന്നത്, പ്രതിപക്ഷത്തെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സമരം കടുപ്പിക്കുക, തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അത്തരത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോയി നിരന്തരം സജീവമായി ഈ വിഷയം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുവജന സംഘടനയെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് സജീവമായി പൊതുസമര രംഗത്ത് നിലനിൽക്കുക എന്നുള്ളത് ഇപ്പോൾ യുവമോർച്ച വഴി BJP സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. 7ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ. വനിതാ പ്രവർത്തകർക്കടക്കം തെറിച്ചു പോകുന്ന കാഴ്ച നമുക്ക് പോകണം. ഹരിമോഹൻ, 7ാം തവണയാണ് ജലപീരങ്കി. തയ്യാറായിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും പ്രതിഷേധം കടുക്കുക തന്നെയാണ്. തീർച്ചയായിട്ടും വിനീത, പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടേക്ക് പോകുന്നില്ല. ജലപീരങ്കി ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ തങ്ങൾ ബാരിക്കേഡുകൾക്ക് മുന്നിൽ അണിനിരക്കും എന്നുള്ളത് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വശത്ത് നിന്ന് ബാരിക്കേഡുകൾ തള്ളി മാറ്റാനുള്ള പ്രവർത്തനമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചോളൂ, ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ്. പരമാവധി സമരം മുന്നോട്ട് കൊണ്ടുപോവുക. സമരത്തിൽ നിന്ന് ഒരു 3-4 തവണ ജലപീരങ്കി പ്രയോഗിച്ചത് കൊണ്ട് തങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. ആ വന്ന അത്രയും പ്രവർത്തകർ, പരിക്കേറ്റ പ്രവർത്തകരെ മാറ്റിയതൊഴിച്ചു കഴിഞ്ഞാൽ വന്ന അത്രയും പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡുകൾക്ക് മുന്നിൽ അണിനിരന്ന് നിൽപ്പുണ്ട്. പലരും ബാരിക്കേഡുകൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിജയകരമാകുന്നില്ല. പക്ഷെ അപ്പോൾ പോലും ബാരിക്കേഡുകൾക്ക് മുന്നിൽ ആ ജലപീരങ്കി വാഹനത്തിന് മുന്നിൽ തന്നെയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. ഇത് ആദ്യഘട്ട സമരം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ടുള്ള ആദ്യഘട്ട സമരം എന്നുള്ള നിലയിൽ തന്നെയാണ് BJP ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത് സർക്കാരിനെതിരെ മാത്രമല്ല, കോൺഗ്രസ് കൂടി അതിൽ പങ്കാളികളാണ്. കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷ വരെ അതിനകത്ത്, ACC പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി വരെ അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ മുൻപ് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ദേശീയ തലത്തിൽ പോലും ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇടതു വലതു മുന്നണികൾ ഒരേ നിലയ്ക്കാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് BJPയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും കടക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് നിയമസഭ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു സമരം സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ അകത്ത് പ്രതിപക്ഷത്തിന് കൃത്യമായ റോൾ നിർവഹിക്കാനുണ്ട്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ കൃത്യമായി അതിൽ ഇടപെടുന്നുണ്ട്. അടിയന്തര പ്രമേയമായും അതല്ലാതെയും ഒക്കെ തന്നെ പ്രതിഷേധം ഉയർത്തിവിടുന്നുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ച് തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏക മാർഗം. കാരണം നിയമസഭയിൽ അംഗത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മാർഗത്തിൽ കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 8ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ വട്ടം കൂടി നിന്നാണ് അതിനെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്.
കുറവില്ല. കുത്തിയിരുന്ന് അവിടെ വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം. മറുഭാഗത്ത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം. യഥാർത്ഥത്തിൽ തെരുവ് യുദ്ധം എന്ന് തന്നെ പറയണം തലസ്ഥാനത്ത്. ഉറപ്പായും വിനീത അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗമായി ഉണ്ടായത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് യുവമോർച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസ് ആ ബാരിക്കേഡ് വെച്ച് തടഞ്ഞത്. 2 ജലപീരങ്കികളും വലിയ പോലീസ് സംവിധാനവുമായിട്ടാണ് ആ യുവമോർച്ച പ്രവർത്തകരെ നേരിട്ടത്. 8 തവണ ജലപീരങ്കി ഇതിനകം തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്തിരിഞ്ഞോടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മുന്നോട്ടുള്ളതാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ചേരുകയാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സമരം? അല്ല, ഈ സമരം നമ്മൾ പ്രക്ഷോഭത്തിലാണ്, അവസാനിക്കാൻ ഉദ്ദേശിക്കുന്ന സമരമല്ല. ഇവിടുത്തെ കേരളത്തിലെ കുറുവാ സംഘങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറി അയ്യപ്പനെ വിറ്റ് കാശുണ്ടാക്കി സോണിയാഗാന്ധിയുടെ അടുക്കളക്കകത്ത് അയ്യപ്പന്റെ വിഗ്രഹം കൊണ്ട് കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയാണോ കോൺഗ്രസ് വിറ്റ് തുലച്ചത്, അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ അയ്യപ്പന്റെ ക്ഷേത്രങ്ങളെ വിറ്റ് തുലയ്ക്കാൻ സോണിയാഗാന്ധി എന്നുള്ള ഇറ്റലിക്കാരി കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സാരിത്തുമ്പിൽ കിടന്ന് ആടുകയാണ് അടൂർ പ്രകാശനും വി ഡി സതീശനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കേരളത്തിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമായി യുവമോർച്ച ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായ സമരങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനാണ് നമുക്കൊപ്പം ചേർന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 9